الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم وأن المساجد لله فلا تدعوا مع الله أحدا സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് നല്ലവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഉപദേശത്തോട് കഴിവിന്റെ പരമാവധി നീതി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി പാലിക്കേണ്ടുന്ന കർശനമായ നിലപാടെടുക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദം നൽകപ്പെട്ടതായ ആളുകളോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും, ഹേ വേദം നൽകപ്പെട്ടവരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ മതകാര്യത്തിൽ ഒരിക്കലും അതിരുകൾ കവിയുന്നവരായി മാറരുത്. മതത്തിന്റെ വിഷയത്തിൽ കൃത്യമായ പ്രമാണബദ്ധമായ നിലപാടെടുത്തുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. യാതൊരു വിധത്തിലും അതിര് കവിഞ്ഞു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദം നൽകപ്പെട്ടതായ ആളുകളെ കർശനമായി ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, വിഗ്രഹാരാധന ഭൂമുഖത്തേക്ക് കടന്നു വന്നത്
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിനെ സംബന്ധിച്ച പരിപൂർണമായ ഒരു വിശദീകരണം അല്ലാഹു നമുക്കവിടെ നൽകുന്നുണ്ട്. ആയത്തുകൾ ഓതിപ്പോകുന്ന കൂട്ടത്തിൽ സൂറത്തു നൂഹിലെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്റ. വഖാലു അവർ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന സകല ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശുദ്ധമായ തൗഹീദിലേക്ക് കടന്നു വരണമെന്ന് രാപകലില്ലാതെ അവരോട് പറഞ്ഞപ്പോൾ, അതേപോലെ തന്നെ നിങ്ങൾ വദ്ദിനെയും സുവാഇനെയും ഒക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ, ആ ജനതയിലെ പ്രമുഖന്മാരായിരുന്ന നേതാക്കന്മാരായിരുന്ന അതേപോലെ തന്നെ ആ സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്നതായ ആളുകൾ ആ ജനതയോട് പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ഒഴിവാക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ദൈവങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് ഉപദേശിച്ചു. എന്നിട്ട് അവർ ആരാധ്യന്മാരായി ആരെ കണ്ടു എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വലാ തദറുന്ന, നിങ്ങൾ കൈവിടരുത്, കൈയൊഴിയരുത്, വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്റ. 5 മഹൽ വ്യക്തിത്വങ്ങളുടെ പേരവിടെ പറയുകയാണ്. ഒന്ന് വദ്ദാണ്, മറ്റൊന്ന് സുവാഅാണ്, വേറൊന്ന് യഗൂത്താണ്, അതേപോലെ യഊഖ നസ്റ എന്ന് പറയുന്ന ഈ ആളുകളെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത് എന്ന് ആ ജനതയോട് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നതായ പണ്ഡിത പുരോഹിതന്മാരും പ്രമാണിമാരും അവരോട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് റഈസുൽ മുഫസ്സിരീനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, ഹാദിഹി അസ്മാഉൻ, ഈ ആയത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള നാമങ്ങൾ അഥവാ വദ്ദ്, സുവാഅ്, യഗൂത്ത്, യഊഖ, നസ്റ എന്ന് പറഞ്ഞാൽ അവരെ അല്ലാഹുവിടെ പരിചയപ്പെടുത്തിയത് ആലിഹത്ത് എന്നാണ്, ആരാധ്യന്മാരെ എന്നാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഇന്ന് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ മഹാന്മാരെ അവർ പറയാറുള്ളത് ഞങ്ങൾ ഇലാഹുകളാക്കിയിട്ടില്ല എന്നാണ്. നൂഹ് നബിയുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒരിക്കലും അവരെ ഇലാഹുകളായി പ്രതിഷ്ഠിച്ചിട്ടില്ല. അള്ളാഹുവിന് പുറമെയുള്ള ഇലാഹുകളാണ് നിങ്ങളെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ ആ ആളുകൾക്ക് കൊടുത്തപ്പോൾ അള്ളാഹ് അവർക്ക് നൽകിയ പേരാണ് അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെ എന്നുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയുക, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടുന്ന ആരാധനയുടെ ഗണത്തിൽ വരുന്ന ഏതെങ്കിലും ഒന്ന് അള്ളാഹുവല്ലാത്ത ഒരാളിലേക്ക് പോവുകയാണെങ്കിൽ അത് ആര് നിർവഹിക്കുന്നുവോ, ആർക്കു വേണ്ടി നിർവഹിക്കുന്നുവോ, ആ നിർവഹിക്കുന്നവന്റെ മനസ്സിൽ നിർവഹിക്കപ്പെടുന്ന വസ്തു ഇലാഹായി മാറുന്നു എന്ന് ഈ വചനം പഠിപ്പിക്കുകയാണ് നമ്മെ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ പഠിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹി അസ്മാഉൻ, ഇത് ചില നാമങ്ങളാണ്. റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലെ സുഹൃതവാന്മാരായ സജ്ജനങ്ങളായ ആളുകളുടെ പേരുകളാണിത്. നോക്കൂ, നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ പേരുകളിൽ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആരാധനകളും നമ്മൾ നേർക്ക് നേരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. അതിലേക്ക് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂചന നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫലമ്മാ ഹലകൂ, അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ഈ നല്ലവരായ ആളുകൾ, അവരെ പറ്റി ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവർ ഹജ്ജിന് ചെല്ലുന്ന ആളുകൾക്ക് സവീഖ് എന്ന് പേരുള്ള ഒരുതരം പായസം വിതരണം ചെയ്യുന്നവരായിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകളെ സേവനം ചെയ്തിരുന്ന ആളുകളായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നല്ലവരായ ആളുകളാണവർ. അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ആ ജനതയിലേക്ക് പിശാച് ബോധനം നൽകുകയാണ്. ആ ജനതയിലെ ആളുകളുടെ മനസ്സുകളിലേക്ക് പിശാച് ബോധനം നൽകിയെന്താണ്, അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലത്തി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബ, അവർ ഇരുന്നിരുന്ന സ്ഥാനങ്ങളുണ്ടല്ലോ, ആ മഹാന്മാർ ഇരുന്നിരുന്ന, നല്ല മനുഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഓർമ്മയ്ക്കായിക്കൊണ്ട് അവരുടെ ചിത്രങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കണമെന്ന് പിശാച് അവരുടെ മനസ്സിലേക്ക് ദുർബോധനം നൽകി.
നോക്കൂ, മഹാന്മാരായ ആളുകൾ മരണപ്പെട്ടു പോകുന്നു. സാധാരണ ആളുകളിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഖബറൊരൽപ്പം ഉയർത്തുന്നു, അല്ലെങ്കിൽ പച്ച നിറം കൊടുക്കുന്നു, അല്ലെങ്കിൽ പട്ടുപുതപ്പിക്കുന്നു, അതേപോലെ അതിന്റെ മുകളിൽ കുപ്പ പണിയുന്നു. എന്നിട്ട് അതിനെല്ലാം തന്നെ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പിശാച് പറഞ്ഞത്? അവരിരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ടോ വസമ്മൂഹാ ബി അസ്മാഇഹിം, ഇവരുടെ പേര് അവർക്ക് നൽകുകയും ചെയ്യണം. വദ്ദിന്റെ രൂപമുണ്ടാക്കി അവിടെ വദ്ദ് എന്ന് പറയണം, സുബായിന്റെ രൂപമുണ്ടാക്കി സുബാ എന്ന് പറയണമെന്ന് പിശാച് അവർക്ക് ബോധനം നൽകി. ഫഫഅലു വലം തുഅബദ്, അതവർ അതേപോലെ ചെയ്തു. പക്ഷേ അത് ഉണ്ടാക്കിയ ആളുകൾ അവരെ ആരാധിച്ചിട്ടില്ല. അതാരെ ഉണ്ടാക്കിയേ? അവർ അവരെ ആരാധിച്ചിട്ടില്ല. ഹത്താ ഇദാ ഹലക, അവർ മരണപ്പെട്ടു പോയി. ഉലൈക, അക്കൂട്ടർ അഥവാ ഉണ്ടാക്കിയവർ മരണപ്പെട്ടു പോയി. വനശിയൽ ഇൽമ, ഇവരെ പറ്റിയുള്ള പരിപൂർണമായ നാമങ്ങളും അറിവുകളൊക്കെ ജനങ്ങൾ മറക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആരാധിക്കപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, സ്വാലിഹീങ്ങളെ ബഹുമാനിക്കണം, അതേപോലെ തന്നെ അവരെ ആദരിക്കണം. പക്ഷേ ആ ആദരവോ ആ സ്നേഹമോ ആ ബഹുമാനമോ ഒരിക്കലും അതിര് കവിഞ്ഞു പോകുവാൻ പാടില്ല. അതിര് കവിഞ്ഞു പോയാൽ അത് ആരാധനയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖറൂനി കമാ അഖറത്തിൻ നസാറ, നസാറ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രൈസ്തവർ പുകഴ്ത്തിയതുപോലെ അമിതമായി നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഹദീസുകളിലുള്ളതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തിക്കോളൂ. എന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്നതും അള്ളാഹ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്. അള്ളാഹു മലക്കുകളും അള്ളാഹ് രക്ഷ തെരിയുന്നു. രക്ഷ തെരിയുവാനായി അള്ളാഹുവിന്റെ മലക്കുകൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ പറയണം. സിറാത്തുൽ മുസ്തഖീമിലൂടെ ആദ്യമായി കടന്നു പോകുന്ന വ്യക്തി, ഖബറിൽ നിന്ന് ആദ്യമായി പുറത്തു വരുന്ന വ്യക്തി, മനുഷ്യ സമൂഹത്തിലേക്ക് വന്ന ഏറ്റവും മുത്തഖിയായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച ഏറ്റവും മഹാനായ മനുഷ്യൻ എന്ന രൂപത്തിൽ നിങ്ങൾ എന്നെ പറയണം. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന മനുഷ്യൻ എന്നെ പറ്റി പറയണം. പക്ഷേ നിങ്ങൾ അതിന് കവിയരുത്. എനിക്ക് അവകാശപ്പെടാത്തത്, എന്റെ പേരിൽ പറയപ്പെടാൻ പാടില്ലാത്തത് നിങ്ങൾ ഒരിക്കലും എന്നിലേക്ക് ചേർത്തു പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ടോ ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ ഒരു ദാസനാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ വിളിക്കണം അബ്ദുല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെ ദാസനും അവന്റെ ദൂതനുമെന്ന് നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങൾ മരണപ്പെട്ടു പോകും. ആ സജ്ജനങ്ങളെ സ്നേഹിക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അതിരുവിട്ട് പോകുവാൻ പാടില്ല. ഇസ്ലാം പറഞ്ഞെടുത്ത് നിൽക്കണം. ഇസ്ലാം പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇയ്യാകും വൽ ഖുലുവ, നിങ്ങൾ സൂക്ഷിക്കണം. അതിര് കവിഞ്ഞു പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. ഫഇന്നമാ അഹലക മൻ കാന ഖബ്ലകും അൽ ഖുലുവ്, മതവിഷയങ്ങളിൽ അതിര് കവിഞ്ഞു പോയതാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെടുവാനുള്ള കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നല്ലവരായ മനുഷ്യർ മരണപ്പെട്ടു പോകും. അവരോട് ആദരവ് വേണം, ബഹുമാനം വേണം. പക്ഷേ അത് അതിര് കവിഞ്ഞു പോകരുത്. അതിര് കവിഞ്ഞു പോയാൽ ജൂത ക്രൈസ്തവർക്ക് എന്താണോ സംഭവിച്ചത് അത് മുസ്ലിം സമൂഹത്തിലും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അബുസീനിയ എന്ന രാജ്യത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു ചർച്ചിൽ കണ്ടതായ ചില രംഗങ്ങൾ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നബിയോട് പറഞ്ഞു കൊടുത്തു. വമാ ഫീഹാ മിനസ് സുവർ, അവിടെ കണ്ട ചില ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ക്രൈസ്തവ ചർച്ചുകളിൽ ചില ചിത്രങ്ങളുണ്ട്, അതേപോലെ ചില രൂപങ്ങളുണ്ട്. അതിനെപ്പറ്റി നബിയോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഉലൈക, ആ ആളുകളുണ്ടല്ലോ, ആ ചിത്രത്തിലൂടെയും രൂപത്തിലൂടെയും ഒക്കെ അവിടെ നിൽക്കുന്ന ആ മനുഷ്യന്മാർ, ഇദാ മാത ഫീഹിം റജുലു സ്വാലിഹ് അവിൽ അബ്ദു സ്വാലിഹ്, ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നല്ല മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ ബനു അലാ ഖബരിഹി മസ്ജിദ, ആ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ അവർ പള്ളി നിർമ്മിച്ചിരുന്നു. ആ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ അവർ പള്ളി നിർമ്മിച്ചിരുന്നു. അതേപോലെ ചിത്രങ്ങൾ അവർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഉലൈക,
അതുണ്ടാക്കുന്നവർ, ഖബർ കെട്ടിപ്പൊന്തിക്കുന്നവർ, അതേപോലെ തന്നെ അതിന്റെ മുകളിലുള്ള എല്ലാവിധ ദുരാചാരങ്ങളും ചെയ്യുന്നവർ, അവരുണ്ടല്ലോ സിറാറുൽ ഖൽഖി എന്നല്ല അള്ളാഹുവിന്റെ അടുക്കൽ നീചന്മാരായ മനുഷ്യന്മാരായിരിക്കും. ഏറ്റവും വൃത്തികെട്ട ആളുകൾ, ഏറ്റവും നീചന്മാരായ ആളുകൾ അവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഇതാരെ പറ്റിയ അബുസീനിയയിലുള്ള കേവലമായ ചില ആളുകളെ പറ്റിയല്ല. ഈ നടപടിക്രമങ്ങൾ ആരൊക്കെ കൊണ്ടുവരുന്നുണ്ടോ അവരെല്ലാവരും തന്നെ ഇതിന്റെ പരിധിയിൽ വരുമെന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹ് പറഞ്ഞു സൂറത്തുൽ ജിന്നിലെ 18ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളൊക്കെ സുജൂദ് ചെയ്യുവാനുള്ള മുഴുവൻ സ്ഥലങ്ങളും അത് അല്ലാഹുവിന്റേതാണ്. അതുകൊണ്ട് അവിടെ വെച്ച് അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഒരാളോട് പോലും അഭൗതികമായ മാർഗത്തിലുള്ള സഹായതേട്ടങ്ങൾ നിങ്ങൾ അവിടെ വെച്ച് നടത്തരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ആ കൽപ്പനകളിൽ നിന്ന് വളരെ കൃത്യമായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, 10 ദിവസം നീണ്ടു നിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ കൊടിയുയർത്തിയിട്ട് മഹോത്സവങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ പള്ളിയിൽ വെച്ചിട്ടോ അള്ളാഹനെ മാത്രം വിളിക്കേണ്ട പള്ളിയിൽ വെച്ചുകൊണ്ട് മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാ എന്ന് വിളിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു വാവ് പോലും ചേർക്കാതെ യാ അല്ലാ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് അള്ളാഹുവിനെ കാണൂ എന്ന സ്ഥാനത്തിലേക്ക് മരണപ്പെട്ടുപോയ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉയർത്തിക്കൊണ്ട് പച്ചയായ ശുർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ പോലും വിശ്വാസികളെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? പ്രമാണങ്ങളായി ജനങ്ങൾക്ക് പഠിപ്പിക്കാതെ അതൊക്കെ അവിടെ നടന്നുകൊള്ളട്ടെ എന്ന രൂപത്തിലുള്ള ചില പ്രതികരണങ്ങളും അതിന് കാരണമായി മാറുന്നില്ലേ? നോക്കൂ, പള്ളികൾ അലങ്കരിക്കുകയാണ്, അതേപോലെ തന്നെ കമാനങ്ങൾ ഉണ്ടാക്കുകയാണ്, ഇല്ലാത്തതായ മഹത്വങ്ങൾ അവരിലേക്ക് ചേർക്കപ്പെടുകയാണ്. പ്രയാസങ്ങൾ നീക്കുന്ന, രോഗങ്ങൾ മാറ്റുന്ന, ആഗ്രഹ സഫലീകരണം ഉണ്ടാക്കുന്ന ആളുകളെന്ന് വളരെ വിശാലമായി നാട് നീളെ വിളിച്ചു പറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ദുരാചാരമാണ്, ഇസ്ലാമിന്റെ നേർക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സ്ത്രീ ഹിജാബ് ധരിച്ച് മുഖമക്കര ധരിച്ച് പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ഫിത്നയാണ് അവിടെ നടക്കുന്നത്, കുഴപ്പമാണ് അവിടെ നടക്കുന്നത് എന്നാണ്. എന്നാൽ അർദ്ധനഗ്നകളായ തലമറക്കാത്ത ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കൂടിക്കലർന്ന് കടന്നു വരുമ്പോൾ അവിടെ ഫിത്നയല്ല, അത് തൗഹീദാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശാലമായി പറഞ്ഞു തന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുകയാണ്, ശാപമുണ്ടായിരിക്കും അവർക്ക്. ഒന്നാമതായ സായിറാത്തുൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകൾ. സായിറാത്ത് എന്നുള്ള പദം സ്ത്രീലിംഗ പദമാണ്. ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. നോക്കൂ, ആരാ കൊണ്ടുപോകുന്നത്? ഈ കൊണ്ടുപോകുന്നവർക്ക് നമ്മൾ നാമം നൽകിയിട്ടുള്ളത് മുസ്ലിം എന്നുള്ള അർത്ഥത്തിലാണ്. അവരുമായി നമ്മൾ സഹകരിക്കുന്നു, അവരുടെ ശിർക്കിലേക്ക് നമ്മുടെ മനസ്സ് പോലും അടുത്തുപോയിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ ശ്രദ്ധിക്കണം, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവരിലേക്ക് പെട്ടുപോകും. അതുകൊണ്ട് സ്ത്രീകൾ ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ശക്തമായ നിർദ്ദേശമാണ്. എന്നാൽ അള്ളാഹുവിന് തുല്യമായ രൂപത്തിൽ ഖബർ കെട്ടിയുയർത്തപ്പെട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട, അള്ളാഹുവിനോട് പറയേണ്ട, അള്ളാഹുവിന്റെ മുന്നിൽ കണ്ണുനീരൊലിപ്പിക്കേണ്ട മുസ്ലിം പോയിട്ട് ഖബർ കെട്ടിപ്പൊന്നിച്ച് അവിടെ കണ്ണുനീരൊലിപ്പിക്കുന്ന രംഗങ്ങൾ. എന്താ നൂഹ് നബിയുടെ സമൂഹം ചെയ്തത്? മരണപ്പെട്ട മനുഷ്യരെ ഖബറടക്കും, അതിന്റെ മുകളിൽ അവരുടെ വിഗ്രഹം ഉണ്ടാക്കും, എന്നിട്ട് അതിന് പേരും കൊടുക്കും. നമ്മളോ വിഗ്രഹം ഉണ്ടാക്കുന്നില്ല, മറിച്ച് വിഗ്രഹത്തെക്കാൾ ഭയാനകമായ സംഗതി എന്താ ചെയ്യുന്നത്? ആ ഖബറിന്റെ മുകളിൽ എടുപ്പ് പണിയുന്നു, അതിനുശേഷം അവിടെ പച്ച നിറം കൊടുക്കുന്നു. എന്നിട്ട് ആ ഹദീസിനെ തുടർന്ന് നബി പറഞ്ഞു, വൽ മുത്തഖിദീന അലൈഹിൽ മസാജിദ്, ആ ഖബറിന്റെ മുകളിൽ എടുപ്പ് പണിയുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു. വസ്സുറുജ്, അവിടെ വിളക്ക് വെക്കുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് റസൂൽ പറഞ്ഞത്. സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. നോക്കൂ, നമ്മുടെ അയൽപക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പോയി നോക്കിയാൽ കാണാം.
ആരവിടുത്തെ സന്ദർശകരിൽ കൂടുതൽ? ആരോടാ പറയുന്നത്? അള്ളാഹിനോട് പറയേണ്ട കാര്യം പറയുകയാണ്, അള്ളാഹിനോട് ചോദിക്കുകയാണ്. അതിനെല്ലാവിധ പ്രമാണങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് മുസ്ലിം സമൂഹത്തെ നരകത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ രംഗങ്ങൾ. മാത്രമല്ല അതിന്റെ മുകളിൽ എടുപ്പ് പണിയുന്നു, അവിടെ വിളക്ക് കൊളുത്തുന്നു. ഏത് വിളക്ക? വെളിച്ചം കിട്ടാനുള്ള വിളക്കല്ല. പിന്നെയോ ഒരു സമൂഹത്തിന്റെ ആരാധനാ വിഷയമായ നിലവിളക്ക് പള്ളിയുടെ മഹനീയമായ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് ഇവർ മെല്ലെ കടന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഈ പ്രമാണങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. അഥവാ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ ഖബറുകളോട് അതിരുവിട്ട ഒരു സ്നേഹം, അതിരുവിട്ട ഒരു പ്രണയം, അതിരുവിട്ട ഒരു താല്പര്യം മുസ്ലിമിനും വേണ്ട. ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു. ആ ഖബർ സന്ദർശിക്കേണ്ടത് എന്തിനാ? തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കും, പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. അതിനാണോ ഇന്ന് പോകുന്നത്? മരണത്തെ കുറിച്ച് ഓർക്കാനാ? അല്ല. പരലോകത്തെ കുറിച്ച് ഓർക്കാനാണ് പോകുന്നത്? അല്ല. അത് പോകേണ്ടത് എവിടേക്കാ? വാപ്പയെ എവിടെ ഖബറടക്കി അവിടെ പോയാൽ മതി, ഉമ്മയെ ഖബറടക്കിയത് അവിടെ പോയാൽ മതി, തൊട്ടടുത്ത മഹലിലുള്ള ഖബർസ്ഥാനിൽ പോയി നോക്കിയാൽ മതി. അതാണ് ഇവിടെ സിയാറത്തുൽ ഖുബൂർ എന്ന് പറഞ്ഞത്. ഖബർ സന്ദർശനം ഇസ്ലാം അനുവദിച്ചത് എവിടേക്കാ? തൊട്ടടുത്ത മഹലിലേക്കാ. അതല്ലാതെ പോകുന്ന സിയാറത്ത് ടൂറുകളൊക്കെ അള്ളാഹു വിലക്കിയ, നബി വിലക്കിയ മാർഗത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. 2 ഹദീസുകളുണ്ട്. ഒന്നാമത്തെ ഹദീസ് ലമാ നസല ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ആസന്നമായപ്പോൾ മരണപ്പെടാൻ ഇങ്ങനെ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്യുന്നു? ആ സമയത്ത് തന്റെ കയ്യിലൊരു തട്ടമുണ്ടാകും. ആ തട്ട നബി ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ചേർത്തിടും, ചേർത്തിങ്ങനെ പിടിക്കും. ശ്വാസം മുട്ടുമ്പോ നബി അതിങ്ങനെ മെല്ലെ മാറ്റും. ശ്വാസതടസ്സം ഉണ്ടാക്കുമ്പോൾ നബി എന്ത് ചെയ്യും? അത് മുഖത്തുനിന്ന് മാറ്റും. എന്നിട്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, യഹൂദ നസ്വാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ നബിമാരുടെ ഖബറുകളെ അവർ പള്ളികളാക്കി മാറ്റിയിരിക്കുന്നു. നോക്കൂ, നബിമാരുടെ ഖബറുകളെ പള്ളിയായി സ്വീകരിച്ചവരെ അള്ളാഹു ശപിച്ചു. ഇവിടെ നബിമാരുടെ ഖബറല്ല, ആ ഖബറിന്റെ അടുത്ത് അകത്തെന്തെങ്കിലും ഉണ്ടോന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഖബറിന്റെ മുകളിൽ എടുപ്പ് പണത് അവിടെ വ്യത്യസ്തങ്ങളായ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി എന്താ പറഞ്ഞത്? മരിക്കാൻ, മരണവേദന കടിച്ചു പിടിക്കാൻ നബി. ആ സമയത്ത് നബി പറയാൻ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഖബറുകളെ അവർ പള്ളികളാക്കി മാറ്റി. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ആ ചെയ്തതിൽ നിങ്ങളോട് ഞാൻ താക്കീത് നൽകുകയാണ്. നിങ്ങൾ ആ വഴിക്ക് പോകരുത്, നിങ്ങൾ ആ വഴിക്ക് പോകരുത് എന്ന് നിങ്ങളോട് ഞാനിതാ ഹദർ, ജാഗ്രത പുലർത്തണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വലൗലാ ദാലിക അബ്റസ ഖബറഹു, ഈ ഒരു താക്കീത് ഇല്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബറിനെ പ്രദർശിപ്പിക്കുമായിരുന്നു. ഈ ഒരു താക്കീത് ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവർക്കും കയറി പോകാൻ പറ്റുന്ന രൂപത്തിൽ നബിയുടെ ഖബറാക്കുമായിരുന്നു. നബിയുടെ ഖബർ എവിടെയാ? ആയിഷ ബീവിയുടെ മുറിയാണ്, അല്ലെ? പല ആളുകളും പല ദുർവ്യാഖ്യാനങ്ങളും കൊണ്ടുവരുന്നു. ഒരു അറാബിയായ മനുഷ്യൻ പോയി നബിയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോലും. അറാബിക്ക് കയറി ഇറങ്ങാൻ പറ്റും ആയിഷ ബീവിയുടെ വീട്ടില്? ഒരല്പം ചിന്തിച്ചാൽ മതി. നാട്ടുകാർക്കൊക്കെ കയറി ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു നബിയുടെ ഖബറിടം? ആണോ? അല്ല. പിന്നെ എന്റെ ആയിഷ ബീവിയുടെ വീട്ടിലായത്? നബിമാർ എവിടെ മരിക്കുന്നു അവിടെ ഖബർ. അതെ ഇസ്ലാമിന്റെ പ്രമാണം. ആ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് അറാബി കയറി ചെന്നു നമ്മൾ ആളുകൾ വിശ്വസിക്കുകയാണ്. ഇന്ന് മഴ പെയ്യിക്കാൻ പറഞ്ഞു പോലും. എത്ര വലിയ ദുരാരോപണമാണ്! നബിയുടെ വീട് ഖബറെന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ ഒരു മുറിയാണ്, ആകെ ഒരു മുറി. പ്രവാചകനെ ഖബറടക്കിയപ്പോൾ ഇരുഭാഗത്തും ഓരോ ഖബറുള്ള സ്ഥലം വിട്ടിട്ട് റൂം 2ആയി തിരിച്ചു. അതാ നബിയുടെ ഖബർ. എന്നിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ പോയി കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അത് നമുക്കുള്ള തെളിവാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ നബിയുടെ ഖബറിനെ തുറന്ന് മലർത്തിട്ടേക്കല്ല ആർക്കും കയറി പോകാൻ പറ്റുന്ന രൂപത്തിൽ. ആയിഷ ബീവിയുടെ വീട്ടിലാണ്, അതുകൊണ്ട് ആർക്കും ഇല്ല, ഒരു പ്രവേശനവും ഇല്ല എന്ന് മനസ്സിലാക്കണം. നബി പേടിച്ചിരുന്നു അതൊരു പള്ളിയായി രൂപാന്തരം പ്രാപിക്കുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യാതിരുന്നത്? അതിനെ
പരസ്യമായ രൂപത്തിലേക്ക് പ്രദർശിപ്പിക്കപ്പെടാതിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതേപോലെ തന്നെ ജുൻദുബിന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യമൂത ബിഖംസിൻ വഹുവ യഖൂൽ, നബി മരണപ്പെടുന്നതിന് 5 ദിവസം മുന്നേ നബി പറയുന്നത് ഞാൻ കേട്ടു. മരിക്കുന്നതിന് 5 ദിവസം മുന്നേ നബി പറയുന്നു, ഇന്നി അബ്റഹു ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ, എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു കൂട്ടുകാരൻ ഉണ്ടാകുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടാകുന്നതിൽ ഞാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്നു രക്ഷ തേടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അള്ളാഹുടെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീല, എന്റെ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഞാനൊരു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ലത്തഖദതു അബൂബക്കർ ഖലീല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരനായി ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നു. അലാ അറിയണം, വഇന്നമൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, നിങ്ങൾ അറിയണം, പൂർവികരായ ആളുകളുടെ ഖബറുകളെ, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പള്ളികളായി സ്വീകരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അലാ അറിയണം, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് പള്ളി ഖബറുകളെ പള്ളികളാക്കി മാറ്റരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക, അത് ഞാൻ നിങ്ങളോട് വിരോധിക്കുകയാണ്, ചെയ്യാൻ പാടില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളിയൊക്കെ അല്ലാഹുവിന്റേതാണ്, അവിടെ വെച്ച് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥിക്കപ്പെടുന്ന സ്ഥലം എന്താണ്? പള്ളിയായി മാറുകയാണ്. അവിടെ ഭാഷാപരമായ രൂപത്തിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന പ്രധാന കേന്ദ്രം ഏതാ? കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന മിൻ ശിറാരിൻ നാസി മൻ തുദ്രികുഹുമുസ് സഅ വഹും അഹ്യാ, ലോകാവസാനം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നീചന്മാർ. വല്ലദീന, അക്കൂട്ടരുടെ പ്രത്യേകത എന്താ? യത്തഖിദൂന ഖുബൂറ മസാജിദ്, അവരെന്തിരിക്കുന്നു? ഖബറുകളെ പള്ളികളായി മാറ്റിയിരിക്കുന്നു. സുജൂദ് ചെയ്യില്ലേ പള്ളിയുടെ ഖബറിന്റെ മുന്നിൽ പോയിട്ട്? അങ്ങനെയാക്കി മാറ്റിയിരിക്കുന്ന ആളുകൾ ആരാ? ഏറ്റവും നീചന്മാരാണ്. എന്നിട്ട് അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകളിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വലത് ചേർത്ത് വെച്ചപ്പോൾ ആയിഷ ബീവി അവസാനമായി കേൾക്കുന്ന പ്രാർത്ഥനാ വചനം ആയിഷ ബീവി ഉദ്ധരിച്ചു തരുന്നുണ്ട്. എന്താണത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വത്നൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എന്റെ ഖബറിനെ ഒരു ഈദ്, ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. ഒരു വാർഷികാഘോഷം നടക്കുന്ന കേന്ദ്രമാക്കിയിട്ട് എന്റെ ഖബറിനെ എന്ത് ചെയ്യരുത്? മാറ്റരുത്. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചോ? സത്യവിശ്വാസികൾ മനസ്സിലാക്കുന്നു സ്വീകരിച്ചു എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവിടെ യാതൊരു വിധത്തിലുള്ള വാർഷികങ്ങളോ ആണ്ടോ ഉറൂസോ നേർച്ചയോ ചന്ദനക്കുടമോ ഒന്നും നടക്കാത്തതുകൊണ്ടാണ്. ഹജ്ജിന് വേണ്ടിയിട്ട് കൊടിയുയർത്തുന്നത് നബിയുടെ ആണ്ടാണെന്ന്, ഹജ്ജിന്റെ ആണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിരിക്കുകയാണ് പ്രമാണമായിട്ട്. അതുകൊണ്ട് വിശ്വാസികളെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആണ്ടുകളോടോ ഉറൂസുകളോടോ അല്ലെങ്കിൽ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളോടോ ഒരു നിലക്കുമുള്ള മാനസികമായ ഐക്യവും ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവരിലേക്ക് പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അവരോട് ബറാഅത്ത്, ഞങ്ങൾ നിങ്ങൾ തമ്മിൽ വ്യത്യസ്തരാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അത്തരം വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله عباد الله ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, രണ്ടാമത്തെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നാമത്തെ തശഹുദിനു വേണ്ടി ഇരിക്കുന്ന രൂപമാണ് നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അതിന്റെ കൃത്യമായ രൂപം നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഇപ്രകാരത്തിലാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്.
വയബ്സുത്തു കഫ്ഫുൽ യുസ്റ അലാ റഖബതിഹിൽ യുസ്റ ഔ അലാ ഫഖദിഹി വയഖ്ബിദു അസാബിയ കഫ്ഫിഹിൽ യുംന കുല്ലുഹാ വയസിറു ബിഇസ്ബഇഹി അല്ലതി തലി അൽ-ഇബ്ഹാം ഇല അൽ-ഖിബ്ല വയർമി ബിബസരിഹി ഇലൈഹാ വയദഉ ഇബ്ഹാമഹു അലാ ഇസ്ബഇഹിൽ ഉസ്താ. നബി ഇങ്ങനെ വലതുകാല് ചരിച്ച് ഇടതുകാലിൽ നിവർത്തി ഇടതുകാലിൽ ഇരിക്കുകയും വലതുകാലിന്റെ വിരലുകൾ നാട്ടി വെക്കുകയും ചെയ്യും. വലത് കൈ വലത് തുടയിൽ അല്ലെങ്കിൽ വലത് കാലിന്റെ മുട്ടിൽ ചേർത്ത് വെച്ചു. ഇടത് കൈ ഇടത് തുടയിൽ അല്ലെങ്കിൽ ഇടത് മുട്ടിൽ ചേർത്ത് വെച്ചു. എന്നിട്ട് വലത് കൈയിലെ ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർന്നുള്ള വിരല് ഖിബലയ്ക്ക് നേരെ നീട്ടി എന്നാണ്. എവിടേക്കാ നീട്ടേണ്ടത്? ഖിബലയ്ക്ക് നേരെ, മുകളിലേക്കല്ല, താഴേക്കല്ല, ഇങ്ങനെ ഒഴിച്ചു പിടിക്കല്ല, വളച്ചു പിടിക്കല്ല, ഖിബലയ്ക്ക് നേരെ. എന്നിട്ട് ഈ തള്ളവിരലും നടുവിരലും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു വൃത്തമുണ്ടാക്കി. എന്നിട്ട് അത് തുടയിൽ ഇങ്ങനെ വച്ചു എന്ന് ഹദീസ്. ഒരു രൂപ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്തിൽ ഇരുന്നപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോലല്ല. നബി അതിന് കൃത്യമായ പ്രമാണം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വാഇൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുമ്മ ഖഅദ, പിന്നെ നബി ഇരുന്നു. വഫ്തറശ റിജ്ലുഹുൽ യുസ്റ, വലത് കാലിങ്ങനെ വിരിച്ചു വെച്ചിട്ടാണ് ഇരുന്നത്. വവദഅ കഫ്ഫുൽ യുസ്റ അല ഫഖദിഹി വറുക്ബതിഹിൽ യുസ്റ, അറ്റം വജഅല ഹദ്ദു മിർഫഖിഹി അൽ-അയ്മൻ അല ഫഖദിഹിൽ യുംന, ഇടത് കാലിങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇടത് കൈ ഇടത് തുടയിൽ അല്ലെങ്കിൽ ഇടത് കാൽമുട്ടിൽ വെച്ചു. എന്നിട്ട് വലത് കാലിന്റെ തുടയിൽ വലത് കൈയുടെ അറ്റം ഈ പാദം എന്ത് ചെയ്യും, കൈപ്പത്തി എന്ത് ചെയ്തു, ചേർത്ത് ഇങ്ങനെ വെച്ചു. അതിനുശേഷം സുമ്മ ഖബലത്തിനത്തൈനി മിൻ അസാബിഇഹി, തന്റെ രണ്ടാമത്തെ വിരൽ നബി പിടിച്ചു. ഈ തണ്ടവിരൽ ഈ വിരലും ഈ വിരലും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. വഹല്ലക ഹൽഖതൻ, എന്നിട്ട് അതൊരു വൃത്തമാക്കി മാറ്റി. എന്താ നോക്കി ആദ്യത്തെ പറയുന്നത്? എത്ര കൃത്യമായിട്ടാ പറയുന്നത്? ഈ ഒരു ശ്രദ്ധ നമുക്കുണ്ടോ? ഒരേ തഹിയ്യാത്തിലൊക്കെ ഇരിക്കും, കയ്യെന്ന് വർക്കും, എങ്ങനെയെങ്കിലൊക്കെ നീട്ടും, സലാം മുട്ടും എഴുന്നേറ്റും. സാഹബത്ത് പറയുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കണം. എന്താ വിരലിനെ കൂട്ടിപ്പിടിച്ചു. സുമ്മ റഫഅ ഇസ്ബഅഹു, പിന്നെ നബിയുടെ വിരലിങ്ങനെ നീട്ടി. ഫറഅയ്തുഹു, ഞാൻ അതിനെ കണ്ടു. യുഹർരികുഹ, ആ വിരലിങ്ങനെ ചലിപ്പിക്കുന്നതായിട്ട്. യദഉ ബിഹാ മുഖ്തസറുൻ, എന്നിട്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ നമസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥലത്തേക്കല്ലാതെ കണ്ണുകൾ രണ്ടും നോക്കേണ്ട ഒരേ ഒരു സ്ഥലേതാ? അത്തഹിയ്യാത്തിൽ വിരൽ നീട്ടുമ്പോഴാണ്. വിരൽ നീട്ടേണ്ട രീതിയാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ഒരു രീതി പാലിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എങ്ങനെയെങ്കിലൊക്കെ വിരൽ വെച്ചാൽ പോരെ എന്നാണെങ്കിൽ ഈ ഹദീസ് ഒന്നും ഇത്ര വിശാലമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത്തഹിയ്യാത്തിൽ നിന്ന് വിരലങ്ങ് നീട്ടിന്ന് പറഞ്ഞാൽ മതി. നബി അത്തഹിയ്യാത്തിൽ നിന്ന് വിരൽ നീട്ടിന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെയല്ല, കറക്റ്റ് അതിന്റെ പൂർണ്ണ രൂപം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ കൈവിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ആയിരിക്കണം വെക്കേണ്ടത്. ഈ വിരൽ കിബിലയ്ക്ക് നേരെ ആയിരിക്കും. വിരലിങ്ങനെ താത്തിയിടരുത്, അല്ലെങ്കിൽ ഉയർത്തി ഇങ്ങനെ പിടിക്കുകയും ചെയ്യരുത്. അതുപോലെ നമുക്കറിയാം പല ആളുകൾ പല കോലത്തിലാണ്. ചില ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്തിൽ നിന്നപ്പോൾ നീട്ടിനാണ്. അത്തഹിയ്യാത്തിൽ വിരൽ നീട്ടണമെന്നാണ്, തശഹ്ഹുദിൽ വിരൽ നീട്ടണമെന്നാണ്. അത്തഹിയ്യാത്തിൽ നിന്നപ്പോൾ എന്ത് ചെയ്തു? നബി വിരൽ നീട്ടി. ആ വിരൽ നബി ഖിയാമിലേക്ക് അല്ലാഹു പറഞ്ഞു എഴുന്നേൽക്കുന്ന വരെ ചെയ്തിട്ടുണ്ട്, നീട്ടി പിടിച്ചിട്ടുണ്ട്. നമ്മളോ ഇങ്ങനെ അനക്കും, പിന്നെ പഴയതുപോലെ കഴിക്കണം. അങ്ങനെയല്ല വേണ്ടത്. അത്തഹിയ്യാത്തിൽ നിന്ന് ഖിയാമിലേക്ക് വരുന്ന സമയം വരെ എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കണം. മറ്റൊന്ന് പറഞ്ഞത് യുഹർരികുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരലിനെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ചലിപ്പിച്ചിട്ടുണ്ട്. ഹറക യുഹർരികു, ചലിപ്പിക്കാനാണ്. ആ വിരലിങ്ങനെ ചലിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യത്തിൽ കാണാൻ നബി ചലിപ്പിക്കാതെ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് അതിലേക്ക് വറമാ ബിബസരിഹി ഇലൈഹ, നബി അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് കാണാം. പക്ഷെ സാധാരണ നമ്മളിങ്ങനെ വിരൽ അനക്കുന്നവരെ കണ്ടാൽ നമ്മുടെ മനസ്സിലൊരു പരിഹാസം അല്ലേ? പല ആളുകളും പറയുന്നത് വാതരോഗം പിടിച്ച പോലെ എന്നാണ്. ഒരു ഹദീസിനെയാണ് പരിഹസിക്കുന്നത്, അതിലൂടെ നരകത്തിൽ പോകാൻ കാരണമാവും. ഹദീസിനെ പരിഹസിക്കാന്ന് പറഞ്ഞാൽ ആരെ പരിഹസിക്കുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നില്ലാണ്. നബി ദീനിൽ നബിയുടെ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല, അള്ളാഹുടെ വഹിയാണ്. അപ്പോ നബിയെയും അള്ളാഹുവിനെയും പരിഹസിക്കുന്നിടത്തേക്കാണ് സ്വഹീഹായ ഹദീസുകളെ പരിഹസിച്ചാൽ നമ്മൾ ചെന്ന് ചേരുക എന്ന് കൂടി എന്ത് ചെയ്യണം? അതിന്റെ കൂടെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിരൽ നീട്ടണം. ആ വിരൽ നീട്ടിയാൽ പിന്നെ നോക്കേണ്ടത് ആ വിരലിലേക്കാണ്.
അതുപോലെ തന്നെ ബാക്കിയുള്ള വിരലുകൾ കൊണ്ടൊരു വൃത്തമാക്കി ആ വൃത്തരൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ തുടയിൽ അല്ലെങ്കിൽ കാൽമുട്ടിൽ എന്ത് ചെയ്യേണ്ടത്? അത് വയ്ക്കേണ്ടത്. ആ വിരലിങ്ങനെ ചലിപ്പിക്കാം. ആ വിരൽ ചലിപ്പിക്കുന്നതിന് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു മാർഗമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന് അത്തഹിയ്യാത്തിന്റെ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു രീതി നമ്മൾ പാലിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കണം. വിരലുകളെല്ലാം കിബിലയിലേക്ക് ചേർത്തിങ്ങനെ വെക്കണം. അതിൽ നിന്നാണ് ഒരു വിരലിങ്ങനെ ഉയരുക. ആ ബാക്കി വിരലുകൾ ഇങ്ങനെയാകും. ഇടത് കൈയുടെ വിരലുകളൊക്കെ കിബിലയിലേക്ക് തന്നെ തിരിഞ്ഞ് തുടയിൽ അല്ലെങ്കിൽ മുട്ടിൽ, ഒരിക്കലും താഴേക്ക് ഇങ്ങനെ വളച്ചു പിടിക്കരുത്. അല്ല, വിരലുകൾ ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാട്ടൊന്നും പോകാൻ പാടില്ല. കിബിലയിലേക്ക് തന്നെ ഇങ്ങനെ തിരിഞ്ഞിരിക്കണം. ആ ഒരു ശ്രദ്ധ നമസ്കാരത്തിൽ ഉണ്ടായിരിക്കണം. നമസ്കാരത്തിലെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അർഹമുർ-റഹീമായ റബ്ബ് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.